എന്താ ഇത് കാർത്തികേ? പണമുള്ള വീട്ടിൽ നിന്ന് വന്നതിന്റെ അഹങ്കാരമാണോ നിനക്ക്? നിനക്ക് ഞാൻ ജോലി ചെയ്തു തരണമല്ലേ? ഇന്ന് തൊട്ട് നീ തന്നെ എനിക്ക് എല്ലാ ജോലിയും ചെയ്തു തരണം. എന്ന് വെച്ചാ എന്നെ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ചെയ്തില്ലെങ്കിലേ എല്ലാവരെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എറിയും ഞാൻ. എഴുതി ഇപ്പൊ പോണ്ട എഴുതി. അകത്തേക്ക് വാ, ഞാൻ പറയാം. എന്താ ചേച്ചി, ചേച്ചി ഷോക്കായല്ലേ? പിന്നെ അല്ലാതെ എന്നോട് സംസാരിക്കാതിരുന്ന് എനിക്ക് ഷോക്ക് തരുവാണോ? അതുകൊണ്ടാ ഞാൻ ചേച്ചിയെ പറ്റിക്കാൻ നോക്കിയത്. ഇതെല്ലാം ഒരു പ്രാങ്ക് ആയിരുന്നു, വെറുതെ കളിക്ക് പറഞ്ഞതാ. ചേച്ചി ഒന്ന് ചിരിച്ചേ. ആ അതെ വല്യേടത്തി. അതെ അതെ ശരിക്കും. ഭാവനെ ഒന്ന് ചിരിക്കുന്നു. അവള് പ്രാങ്ക് എന്ന് പറഞ്ഞല്ലേ, അവള് സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞല്ലത്. അമ്മ ശരിക്കും നന്നായിട്ട് ആക്ട് ചെയ്തമ്മേ. ദേ വല്യമ്മ ശരിക്കും പേടിച്ചു പോയി. അമ്മ എനിക്ക് സ്കൂളിൽ പോണം, സമയമായി. വേഗം വാ. ശരി വാ, ഓട്ടോയിൽ കയറ്റി വിടാം. ബായ് ചെറിയച്ചാ. ബായ് ഉണ്ണി. ബായ് വല്യച്ചാ. ബായ് ഉണ്ണി. ബായ് ചെറിയമ്മേ. ബായ് വല്യമ്മേ. പാവേട്ടാ, നിങ്ങളൊക്കെ വലിയ തെറ്റാ ചെയ്യുന്നത്. ഒരു പാവം പെണ്ണിനെ അന്യായമായിട്ട്. വായടക്കടി. നമ്മുടെ കുട്ടികൾ നന്നായിരിക്കണമെങ്കിൽ പാപമായാലും പുണ്യമായാലും ഏതെങ്കിലും ചെയ്തേ പറ്റൂ. അതെ ഏടത്തി, നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. കഷ്ടമായാലും നഷ്ടമായാലും നമുക്കിത് ചെയ്തേ പറ്റൂ. മുകളിലിരിക്കുന്ന ഈശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നെ. നിങ്ങൾക്കൊരിക്കലും മാപ്പ് തരില്ല. അയ്യോ പാവം, ഏടത്തിക്ക് വല്ലാണ്ട് ഫീൽ ആയെന്ന് തോന്നുന്നു അല്ലേ? ഫീൽ ആവുന്നെങ്കിൽ ഫീൽ ആവട്ടാ, അല്ലെങ്കിൽ നമുക്കല്ലേ ഫീൽ ആവുന്നേ. ഞാൻ പോയി അമ്മയുടെ അടുത്ത് എന്റെ ഡ്രാമ തുടങ്ങട്ടെ. ചെല്ല് ചെല്ല്. ഓൾറെഡി നമ്മുടെ ഇളയമ്മ നീ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കാണും. ഈ സ്വത്ത് മുഴുവൻ എന്റെ ഭർത്താവിന്റെയാ എന്ന് വെച്ചാ എന്റേത്. ഞാൻ എന്തു പറഞ്ഞാലും അത് അനുസരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരെയും കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തേക്ക് തള്ളും, പറഞ്ഞേക്കാം. ആ വസുന്ധരയ്ക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ സ്വത്തെല്ലാം അവളുടേതാണെന്ന് പറയുന്നത്. ഏട്ടനെ അനിയനെയും സഹോദരിമാരെയും അവൾ എന്തൊക്കെയാ പറഞ്ഞത്? സത്യം അറിഞ്ഞ ഉടനെ അവളുടെ തലയില് കൊമ്പ് മുളച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഏടത്തി. ഈ വീട്ടില് അവളാണ് മഹാറാണിന്ന് അവളുടെ വിചാരം. ആന്റി, ഞാൻ ഇനി ജീവിക്കില്ല. ഞാൻ മരിക്കാൻ പോവാമേ. അയ്യോ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി നിനക്ക്? സ്വത്ത് മുഴുവനും വസുവെടുത്തിയുടെ ആണെന്ന് പറഞ്ഞ് എന്നോട് അധികാരം കാണിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണ്. അവരെ പോലെ ഞാനും സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. ഫാനിൽ കെട്ടിത്തൂങ്ങാൻ പോവാണ്. അയ്യോ, എനിക്ക് പെർമിഷൻ തരണോ അമ്മേ? കാർത്തിക, എന്തൊക്കെയായി പറയുന്നേ?
നീ എന്തിനു മരിക്കണം? പിന്നെ വേറെ എന്ത് വഴി എടുത്തിയുള്ളത്? എന്റെ പേടികളെല്ലാം സത്യമാകാൻ പോവാ. ഭാസ്കറിനെയും ഭാവനയും അഖിലിനെയും കാർത്തികയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഈ സ്വത്ത് മുഴുവനും അവൾക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആഗ്രഹം. എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോണില്ല. ഏട്ടത്തിക്കോ എനിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരിക്കുള്ള കാര്യം ഇനിയും പറയാനുണ്ടല്ലോ. ഭാസ്കറിനെയും അഖിലിനെയും ഭാവനയും കാർത്തികയും കൂടെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അഭിയെ മാത്രം സമാധാനത്തോടെ ജീവിക്കാൻ വിടുമെന്നാണോ? വസുവിന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞു കാരണല്ലേ അഭിക്ക് ആപത്ത് വരാൻ പോകുന്നത്. ആ കാര്യം ഏട്ടത്തിക്ക് എങ്ങനെ അറിയാം? ആ രഹസ്യം ഏട്ടത്തിയോട് പറഞ്ഞ സ്വാമിജി എന്നോടും അത് പറഞ്ഞായിരുന്നോ? ഇത്രയും നാളും വസു പ്രസവിക്കാൻ പാടില്ല എന്ന് ഏടത്തി പറഞ്ഞ കാര്യം സ്വാമിജി പറഞ്ഞപ്പോഴാ മനസ്സിലായത്. എന്താ ആന്റി, വസുവേട്ടത്തേക്ക് കുഞ്ഞു ജനിച്ച അഭിയേട്ടന് ജീവൻ ആപത്താണെന്നോ? അതേടി, ആ കാര്യം വസുവിന് അറിയാവുന്നതാ. എന്താ പറയുന്നത് ഏട്ടത്തി? കാര്യം അറിഞ്ഞിട്ടാണോ വസു കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാകുന്നത്? അഭിയുടെ ജീവനെ ഓർത്ത് വിഷമിക്കാനായിട്ട് വസുന്ധര എന്താ ദേവതയാണെന്ന് ഏടത്തി കരുതിയോ? കല്യാണം കഴിച്ച ഭർത്താവ് മരിച്ചു പോകുന്നത് അവക്ക് അത്ര പുതുമയൊന്നല്ല. ഓൾറെഡി ആദ്യത്തെ ഭർത്താവ് പോയി കിട്ടി. തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു കാരണം നമ്മുടെ അഭിയും കൂടി മേലോട്ട് പോയാലേ ഈ സ്വത്ത് മുഴുവനും അവക്കും ഉണ്ണിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും അനുഭവിക്കാൻ സാധിക്കുന്നുള്ള അഹങ്കാര. നിർത്തേട്ടത്തി, അങ്ങനെയൊന്നും പറയരുത്. സത്യം പറയുമ്പോ എല്ലാവർക്കും ഇത്തിരി കൈക്കും എടുത്തി സമ്മതിച്ചാലില്ലെങ്കിൽ ഇതാണ് സത്യം. വസു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് അഖില്, ഭാസ്കർ, ഭാവന, കാർത്തിക ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. അതിനുശേഷം കുഞ്ഞിനെ പ്രസവിച്ച് അഭിയെ ഈ ലോകത്ത് നിന്നും മോളിലേക്ക് പറഞ്ഞയക്കും. നിങ്ങള് സൂപ്പർ ആന്റി. സ്വന്തം കുട്ടികൾ നടുറോട്ടിലാകുമ്പോ വളർത്തുമകൻ പരലോകത്തേക്ക് പോയി ഏട്ടത്തിക്ക് ഏട്ടനും അവസാനം ഭ്രാന്ത് തന്നെ പിടിക്കും. നിങ്ങളെ എന്നെയും ഏതെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടുവിട്ടിട്ട് അനുവിനെയും കീർത്തിയും ഏതെങ്കിലും കള്ളന്മാർക്ക് വിറ്റിട്ട് സന്തോഷമായിട്ട് വസു ഈ സ്വത്ത് മുഴുവൻ അനുഭവിക്കാൻ പോവാ. വസുവേട്ടത്തി ഇത്രയും വലിയ അന്യായം കാണിക്കൂ ആന്റി. ഇതിനെല്ലാം കാരണം വയറ്റിൽ വളരുന്ന ആ കുഞ്ഞാണ് അല്ലേ ആന്റി? ആ കുഞ്ഞിന് വേണ്ടിയല്ലേ വസുവേട്ടത്തി ഇതൊക്കെ ചെയ്യുന്നത്? അതേടി, അധികാരമായി അബിയുടെ സ്വത്തിന് ആ കുഞ്ഞ് അവകാശിയാകൂന്നുള്ള കാരണത്താൽ ആ കുഞ്ഞിനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച് സ്വത്ത് മുഴുവനും അവളുടെ സ്വന്തം ആക്കണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ജനിക്കാതിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ ആന്റി? ആ എന്തു വർത്താനാടി നീ പറയുന്നേ? വസുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊല്ലാനോ? മഹാപാപല്ലേടി ഇത്, ക്രൂരത. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ചെറിയൊരു തെറ്റ് ചെയ്ത എന്താ പ്രശ്നം ആന്റി? ആ കുഞ്ഞ് പുറം ലോകം കണ്ട ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പെടണ്ടേ? ആ കുഞ്ഞ് ഇല്ലാതാവുകയാണ്. എന്തായാലും വയറ്റിലുള്ള കുഞ്ഞിനെ കരുവായിരിക്കുമ്പോ നശിപ്പിക്കുന്നത് മഹാപാപല്ലേ? ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുക. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവം എന്ത് ചെയ്യാനാ? എന്തുകൊണ്ട് ചെയ്യില്ല? ഈശ്വരൻ എന്താ നമ്മുടെ കഷ്ടപ്പാട് അറിയില്ലെന്നാ? ഇത്രയും ആൾക്കാരെ വേദനിപ്പിക്കുന്നതിന് പകരം ഒരു ചെറിയ മുട്ട പൊട്ടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ എടുത്തി? അപ്പോ എല്ലാം ദൈവം നോക്കിക്കോളൂന്നാണോ ആന്റി പറഞ്ഞു വരുന്നത്? അതല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എല്ലാരും സന്തോഷായിട്ട് ഇരിക്കണമെങ്കില് ദൈവം തന്നെ ആ കുഞ്ഞിനെ ജനിപ്പിക്കാതെ നോക്കണം. അല്ല
നമ്മളെ കഷ്ടപ്പെടുത്തണമെന്നാണെങ്കിൽ ആ കുഞ്ഞിനെ ഈശ്വരൻ ജനിപ്പിക്കും. എന്ത് നടക്കണോന്ന് തലയിൽ എഴുതിയിരിക്കുന്നോ അത് നടക്കും മോളെ. എല്ലാം ഈശ്വരന്റെ കയ്യിലേക്ക് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ പേരും പറഞ്ഞ് വസുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ? ഈ കാര്യം അറിഞ്ഞിട്ട് ഞാൻ വസുവിനോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈശ്വരൻ എന്നോട് ക്ഷമിക്കില്ല. ഇപ്പൊ തന്നെ വസുവിനോട് പോയി എല്ലാം പറയണം. ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ തലയിട്ടാ ഞാൻ എന്നെ തന്നെ അങ്ങ് തീർത്തുകളയും. വസുവിനോട് സത്യം പറഞ്ഞ ഏട്ടൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ? പക്ഷെ പറഞ്ഞില്ലെങ്കിൽ വസുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആപത്താണല്ലോ ഈശ്വര. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി വസുവിന്റെ കുഞ്ഞിന് ബലി കൊടുക്കാൻ പറ്റില്ല. ഞാനത് വസുവിനോട് പറയും. ആന്റി, എന്താടി ഇത്? അവള് ധൃതിപ്പെട്ട് മേലോട്ട് കയറി പോകുന്നത്? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് കാണൂ. കേട്ടെന്നാ തോന്നുന്ന ആന്റി. മുകളിൽ പോയി പശുവേട്ടത്തിയോടെ എല്ലാം പറഞ്ഞു കൊടുക്കോ? പെട്ടെന്ന് പോയി തടയ ആന്റി. നമ്മൾ തടഞ്ഞാൽ അവള് നിക്കില്ല. വാ, എടുത്തോട് തന്നെ പോയി പറയാം. ആ, വസു, വാ ചേച്ചി. ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട് ചേച്ചി. നേരത്തെ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ചേച്ചി. അഖില് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്തേ. നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങിയപ്പോ നിനക്ക് എന്താ തോന്നിയത് വസു? ആദ്യം ഞാൻ ഒരുപാട് പേടിച്ചു പോയി ചേച്ചി. ചേച്ചി ഒരുപാട് മിസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് പതിയെ ശീലമായി പോയി ചേച്ചി. ഏട്ടനും ഞാനും കുട്ടികളും ആ ചെറിയ വീട്ടിൽ താമസിച്ചതും ഒരുമിച്ച് ചെലവഴിച്ചതും ഓർക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നാ. ആ സന്തോഷം ഈ വീട്ടിലുണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാ ഏട്ടത്തി പറയുന്നത്? അതേ എടുത്തി, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വീട്ടില് കുന്തിരിക്കാൻ പോലും പോയിക്കാതെ ആ ഭാവന മുകളിലേക്ക് പോയി വസുവിനോട് വാചകടിച്ചിരിക്കുക. ഞാൻ കുന്തിരിക്കം പോയിക്കാന്ന് പറഞ്ഞപ്പോ ആന്റി സമ്മതിക്കുന്നില്ല അമ്മേ. ഗർഭിണിയായ ഞാനും വസുവേട്ടത്തെയും കുന്തിരിക്കം പോയിക്കാൻ പാടില്ലല്ലോ. ഭാവനേട്ടത്തെയല്ലേ ചെയ്യേണ്ടത്. ഏട്ടത്തി വന്ന് പറഞ്ഞാലേ ഭാവന കുന്തിരിക്കാൻ പോയിക്കുള്ളൂ. ഭാവനെ, ചേച്ചി പറയുന്നത് കുറച്ചൊക്കെ സത്യോ. ആ ചെറിയ വീട്ടിലെ എല്ലാവരും ഒരേ റൂമിലുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു വീട്ടില് എല്ലാവരും അവരവരുടെ റൂമിലാ. ചെറിയ വീട്ടില് കിട്ടുന്ന സന്തോഷം ഈ വലിയ വീട്ടില് കിട്ടില്ല ചേച്ചി. അപ്പോ ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ് വസു?
സന്തോഷമുള്ള വീട്ടിലിരിക്കുന്നതിന് പകരം ആപത്തുള്ള ഭാവനെ എന്താ ചേച്ചി, എന്തോ പറയാൻ വന്നിട്ട് നിർത്തിക്കളഞ്ഞല്ലോ. അത് വസു ഭാവനെ ഭാവനെ അമ്മ എന്നെ വിളിക്കുന്നു. ഞാൻ പോയിട്ട് പിന്നെ വരാം വസു. ചേച്ചി, ഈ ചേച്ചി എന്നാ ഇങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ലാത്തതുപോലെ സംസാരിക്കുന്ന? എന്തോ പറയാൻ വന്നിട്ട് പറയാതെ പോയി. എന്തായിരിക്കും അത്? ഭാവനെ എന്താ അമ്മേ? വെള്ളിയാഴ്ച ആയിട്ട് വീട്ടിൽ കുന്തിരിക്കം പുകയ്ക്കാതെ നീ അവിടെ എന്ത് ചെയ്യാ? ചെല്ല്, വേഗം പറഞ്ഞത് ചെയ്യ്. ശരി അമ്മേ. എന്തു പറ്റിയുള്ളേ? ഏതോരായി കാര്യങ്ങള്. ഈശ്വരന്റെ പേര് പറഞ്ഞ് നിന്റെ അമ്മയുടെ വായിട്ടും ഒന്ന് പറയിപ്പിച്ചടാ. അപ്പോ വസുവെടുത്തിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിട്ട് അമ്മ സമ്മതിച്ചു എന്നാ? ഡയറക്റ്റ് ആയിട്ടൊന്നും സമ്മതിച്ചില്ല, പക്ഷെ ഞങ്ങൾ പറഞ്ഞതിനെ എതിർത്തുമില്ല. സൈലന്റ് ആയിട്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ അമ്മയുടെ മൗനം സമ്മതത്തിന് തുല്യമാണ്. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അത് പോട്ടെ, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോണ്ടോന്നോ? ഇതാ ഇളയമ്മേ. ഈ ഓയിലിന്റെ 2 തുള്ളി കുടിക്കുന്ന വെള്ളത്തിലായാലും കഴിക്കുന്ന ഭക്ഷണത്തിലോ കറികളിലോ ആയാലും ശ്വസിക്കുന്ന പുകയിലായാലും 2 തുള്ളി ഒഴിച്ചാ മതി. വയറ്റിലുള്ള കുഞ്ഞ് കലങ്ങി പോകും. അത് പ്രാവർത്തികമാക്കാൻ നോക്ക്. ഓൾറെഡി പ്രാവർത്തികമാക്കിയടാ. ഭാവൻ എപ്പോ കുന്തിരിക്കം കൊണ്ടുവരും. അപ്പോ വസുവിന് ഇഷ്ടമുള്ള ഭാവനയുടെ കൈകൊണ്ട് തന്നെ വസുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോവുകയാണല്ലേ? എന്നാലല്ലേ നിന്റെ അമ്മയ്ക്ക് ആ ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാകൂ. ഭാവന ഇട്ട കുന്തിരിക്കം കൊണ്ടല്ല, ഈശ്വരേച്ഛ കൊണ്ട് വസുവിന്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിക്കും. ശരി, അതൊക്കെ പോട്ടെ, വേഗം കാര്യങ്ങൾ ചെയ്യണം. നീ വള. നീ പോയി കുന്തിരിക്കത്തിൽ ഈ ഓയിൽ ഒഴിക്ക്. ഞാനോ? എന്റെ പ്രഗ്നൻസി ഇല്ലാതാകില്ലേ? എന്നോട് നാടകം കളിക്കുന്നോടി, അതിന് നീ ഗർഭിണിയല്ലല്ലോ. ആ പുക ശ്വസിച്ച് ഫ്യൂച്ചറിൽ ഞാൻ പ്രഗ്നന്റ് ആയില്ലെങ്കിലോ? നിങ്ങൾക്കെന്താ, ഇനിയൊരു കല്യാണവും ഇല്ല, കുട്ടികളും ജനിക്കാൻ പോകുന്നില്ല. നീ എന്നെ തന്നെ കളിയാക്ക അല്ലേ? പ്ലീസ് പ്ലീസ് ആന്റി, പ്ലാൻ ആന്റിയുടേതല്ലേ, അപ്പൊ ആന്റി ചെയ്താ മതി. ചെല്ല് ആന്റി പ്ലീസ്. ശരി ശരി.
ഡി ഭാവനെ നിൽക്ക്. നീ ഇതെന്തേ കാണിച്ചോണ്ടിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. കുന്തിരിക്ക് എങ്ങനെ പോക്കണോന്ന് നിനക്കറിയില്ലേ? കുന്തിരിക്കം പോക്കുമ്പോ വീട് നിറച്ച് പുക വരണം. ഓരോ മുക്കും മൂലയിലും ഉണ്ടാവണം. ഇങ്ങടക്ക്. കുന്തിരിക്ക് എങ്ങനെ ഇടണമെന്ന് കണ്ടുപഠിക്കും. എന്താ ഇത്? ഇതിൽ കുന്തിരിക്കല്ലോ. പോയി എടുത്തോണ്ട്